Welcome back to my channel. So, in we discuss in the lesson class 6th geography the earth in the solar system we discuss in. So, very interesting lesson the earth in the solar system. Okay, now we lesson start here. How wonderful is to watch the sky after sunset. One would first notice 2 or 3 bright dots shining in the sky. You would see the number increasing. You cannot count them anymore. The whole sky is filled with tiny objects. Some are bright and some are dim. Okay, അപ്പോൾ നമ്മൾ ആകാശം നോക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആകാശം നോക്കുമ്പോൾ കുറേ കുഞ്ഞു ടൈനി ഷൈനിങ് ഒബ്ജക്ട്സ് കാണാൻ സാധിക്കും അല്ലേ? എപ്പോൾ വൈകുന്നേരത്തിന് ശേഷം കുഞ്ഞു സ്റ്റാർസ് അല്ലേ? ചില സ്റ്റാർസ് എന്തായിരിക്കും? ബ്രൈറ്റ് ആയിരിക്കും, ചിലത് ഡിം ആയിരിക്കും. There seems to be the sky is studded with diamonds. Okay, അപ്പോൾ ആകാശത്ത് ഡയമണ്ട്സ് ആണെന്ന് വിചാരത്തിൽ അതുപോലെയാണ് അവർ ബ്രൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. They appear to be twinkling. അവരെന്തും ചെയ്യും? ട്വിങ്കിളും ചെയ്യും. But if we look at them, you will notice that some of them do not twinkle and others do. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ കുറേ സ്റ്റാർസ് ട്വിങ്കിൾ ചെയ്യും, പക്ഷേ ചില സ്റ്റാർസ് ട്വിങ്കിൾ ചെയ്യില്ല. They simply glow. അവരെന്തേ ഉള്ളൂ? ചെറുതായിട്ടൊന്ന് ഗ്ലോ ചെയ്തേ ഉള്ളൂ. And flicker just as the moonshine. Moonshine ചെയ്യുന്ന പോലെ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ മാത്രമായിരിക്കും ചിലവർ ചെയ്യുക. Okay, along with these bright objects, you may also see the moon most of the days. However, they appear different times in different shape and different positions. അപ്പോൾ നമ്മൾ മൂണിനെ കാണുന്നത് എല്ലാ ദിവസവും സെയിം ഷേപ്പ് ആണോ? അല്ല, എല്ലാ ദിവസവും വെവ്വേറെ ഷേപ്പുകളിലായിരിക്കും. വെവ്വേറെ ഷേപ്പുകൾ ഏതാ? ചില ദിവസങ്ങളിൽ എങ്ങനെ ഇരിക്കും? ചില ദിവസങ്ങളിൽ ക്രസൻറ്റ് ഷേപ്പ് ആയിരിക്കും അല്ലേ? ചില ദിവസം ക്രസൻറ്റ് ആയിട്ട് ഇങ്ങനെ കാണാം അല്ലേ? പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ ഒരു ഫുൾ വേവ്ഡ് കാണാം, പിന്നെ ഫുൾ സർക്കിൾഡ് കാണാം അല്ലേ? അപ്പോൾ ഓരോ ദിവസം ഓരോരോ ഷേപ്പുകളായിരിക്കും ഉണ്ടാവുക. ഓക്കെ, മൂണിന് ഞാനിപ്പോൾ വരച്ചത് നമ്മുടെ മൂണിൻ്റെ യഥാർത്ഥ സ്ട്രക്ചർ അല്ല. ഓക്കെ, മൂൺ ഓൺലി വൺസ് എബൌട്ട് എ മന്ത്. അപ്പോൾ മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ? ഫുൾ മൂണിനെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഓക്കെ, ദ ഫുൾ മൂൺ ദ നൈറ്റ് ഓഫ് പൂർണിമ. ഫുൾ മൂൺ ഡേനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൂർണിമ എന്ന് വിളിക്കുന്നത്. ദ ഫോർട്ട്നൈറ്റ് ലേറ്റർ, ഒരു രാത്രി കഴിഞ്ഞാൽ യു കനോട്ട് സീ ഇറ്റ് ഓൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മൂണിനെ കാണാൻ സാധിക്കുള്ളൂ. ആ ദിവസത്തിനാണ് എന്ന് വിളിക്കുന്നത് ദ ന്യൂ മൂൺ ഡേ ഓർ ദ ന്യൂ മൂൺ നൈറ്റ് ഓർ ദ അമാവാസ്യ. അമാവാസ്യ എന്ന് പറയുന്നതാണ് പൂർണിമ ആൻഡ് അമാവാസ്യ. ഓൺ ദിസ് ഡേ യു ക്യാൻ വാച്ച് ദ സ്കൈ ബെസ്റ്റ്. ആ ദിവസം സ്കൈ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ക്ലിയർ സ്കൈ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കാം എന്ന് അമാവാസ്യയുടെ ദിവസം. Do you ever wonder why can we see the moon, all those bright tiny objects during the daytime? എന്തുകൊണ്ടാണ് നമുക്ക് പകല് ഈ ടൈനി ഒബ്ജക്ട്സിനെ കാണാൻ സാധിക്കാത്തത്? This is because the very bright light of the sun does not allow us to see all these bright shining objects of the night sky. അപ്പോൾ ആക്ച്വലി എന്താണ്, ഈ ഒബ്ജക്ട്സ് ഒക്കെ രാവിലെയും അവിടെ പ്രസന്റ് ആണ്, ബട്ട് നമുക്ക് കാണാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ സണ്ണിന്റെ ലൈറ്റ് അതിലും കൂടുതലാണ്, അതിലും ശക്തിയേറിയ ബ്രൈറ്റ്നെസ് ആണ് ആർക്കുള്ളത്? നമ്മുടെ സണ്ണിനുള്ളത്. സോ അതുകൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കാത്തത്. ഓക്കെ, അപ്പൊ ഇതാണൊരു ഫുൾ മൂൺ ഡേ. ഓക്കെ, ഒരു ഫുൾ മൂൺ ഡേക്ക് ചന്ദ്രന് നല്ല വെളുപ്പമായിരിക്കും. ഓക്കെ, ഇനി the sun, the moon and all those celestial bodies of the shining in the night sky are called celestial bodies. അപ്പോൾ രാത്രി കാണുന്ന നമ്മുടെ ഭൂമിയിലുള്ള നമ്മുടെ സണ്ണും നമ്മുടെ മൂണും അതുപോലെ തന്നെ രാത്രി തിളങ്ങി നിൽക്കുന്ന എല്ലാ ഷൈനിങ് ഒബ്ജക്ട്സും എല്ലാവരും കൂടി ചേർത്തിട്ടാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ സെലീഷ്യൽ ബോഡീസ് എന്ന് വിളിക്കുന്നത്. ഇനി ചില സെലീഷ്യൽ ബോഡീസ് എന്താ ഭയങ്കര ബിഗ് ആയിരിക്കും, അതുപോലെ തന്നെ ഹോട്ടും കൂടി ആയിരിക്കും, ഭയങ്കര ചൂടായിരിക്കും അതിൻ്റെ ഉള്ളിൽ പ്രസന്റ് ആയിട്ടുണ്ടാവും. ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് ഗ്യാസസ്. പല ഗ്യാസുകൾ ചേർത്തിട്ടായിരിക്കും അവർ ഉണ്ടാക്കിയിരിക്കുക. ദേ ഓൾസോ ഹാവ് ദെയർ ഓൺ ഹീറ്റ് ആൻഡ് ലൈറ്റ്. അവർക്ക് അവരുടേതായിട്ടുള്ള ഹീറ്റും ലൈറ്റും ഉണ്ട്. ഓക്കെ, വിച്ച് ദേ എമിറ്റ് എ ലാർജ് എമൗണ്ട്. അത് കാരണമാണ് അവരെന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റും ലൈറ്റും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്ക് അതിന് മാത്രം ഹീറ്റും ലൈറ്റും ഈ ഗ്യാസുകളിൽ നിന്ന് അവർക്ക് ഉണ്ട്. ഓക്കെ, ദീസ് സെലീഷ്യൽ ബോഡീസ് ആർ കോൾഡ് സ്റ്റാർസ്. ഇതുപോലെ ഹീറ്റും ലൈറ്റും ഉള്ള സെലീഷ്യൽ ബോഡീസിനെ എന്ത് വിളിക്കുന്നത്? സ്റ്റാർ എന്ന് വിളിക്കുന്നത്. ദ സൺ ഈസ് എ സ്റ്റാർ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. ഏത്? ദ സൺ ഈസ് എ സ്റ്റാർ എന്നുള്ളത്. ഓക്കെ, ദ സൺ ഈസ് എ സ്റ്റാർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എല്ലാവരും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടി ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ സൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റാർ ആണ്. ഓക്കെ, അപ്പൊ സൺ ഒരു സ്റ്റാർ ആണ്. ദ കൗണ്ട്ലെസ് ട്വൈനിങ് stars in the night sky are similar to the sun, but we do not feel the heat and light as they look so tiny because they are very far from us. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഈ ചൂടുകൾ ഏൽക്കാത്തത്? കാരണം ഈ സ്റ്റാർസിനും എല്ലാവർക്കും ഈ നമ്മൾ പറഞ്ഞ പോലെ തന്നെയുള്ള ഇതുണ്ട്, എന്താ
ഹീറ്റ്. പക്ഷെ നമുക്ക് ആ ചൂട് ഏൽക്കാത്തത് കൊണ്ട് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ദൂരെയാണ് ഈ സ്റ്റാർസിൽ നിന്ന് ഒക്കെ. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ഈ സ്റ്റാർസിന്റെ ചൂട് ഏൽക്കാത്തത്. ഇനി അപ്പോൾ ഇതാണ് നമ്മുടെ സെലീഷ്യൽ ബോഡീസ്. ആരൊക്കെയാണ്? സ്റ്റാർസ്, പ്ലാനറ്റ്സ്, സാറ്റലൈറ്റ്സ്, ദെൻ കോമറ്റ്സ്, ആസ്റ്ററോയിഡ്സ്, മെറ്റേഴ്സ് ആൻഡ് മെറ്ററോയിഡ്സ് ആൻഡ് ദ ഗാലക്സി. ഇവരെല്ലാവരും കൂടി ചേർന്നാണ് കോൺസ്റ്റലേഷൻ ഫോം ചെയ്യുന്നത്. Constellation അല്ല, celestial bodies. Okay, you must have noticed that the object looks smaller when seen from a distance, but the smaller an aeroplane looks so when it is flying at a great height. അപ്പോൾ നമ്മൾ ആകാശത്ത് കാണുന്ന എയർപ്ലെയിൻ ഭയങ്കര ചെറുതായിരിക്കും പറക്കുമ്പോൾ, ബട്ട് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര വലുതാണ്. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. കാരണം നമ്മൾ കാണുന്ന ചെറിയ സ്റ്റാർസ് ഭയങ്കര വലുതാണ്. ബിക്കോസ് ദ റീസൺ അവർ ഭയങ്കര ദൂരത്താണ്. ഓക്കെ, while watching the night sky, you may have noticed the various patterns formed by various group of stars. പല ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് ഫോം ചെയ്ത പല പാറ്റേൺസ് നമുക്ക് കാണാൻ പറ്റും. ദീസ് ആർ കോൾഡ് കോൺസ്റ്റലേഷൻ. ഈ പാറ്റേൺസിനെ എന്ത് വിളിക്കുന്നത്? കോൺസ്റ്റലേഷൻ. അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റലേഷൻ ആണ് ഉർസ മേജർ. ദ ബിഗ് ബെയർ ഈസ് വൺ ഓഫ് സച്ച് കോൺസ്റ്റലേഷൻ. അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റലേഷൻ ആണ് ഉർസ മേജർ. വൺ ഓഫ് ദ മോസ്റ്റ് ഈസിലി റെക്കഗ്നൈസബിൾ കോൺസ്റ്റലേഷൻ ഇസ് ദ സപ്തർഷി. സപ്തർഷി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റലേഷൻ. അതിൽ എത്ര സ്റ്റാർസ് ഉണ്ട്? 7 സ്റ്റാർസ് ഉള്ളതുകൊണ്ടാണ് സപ്തർഷി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് 7 സ്റ്റാർസ്. ഇനി ദാറ്റ് ഫോം എ പാർട്ട് ഓഫ് ദ ഉർസ മേജർ. ഉർസ മേജർ എന്ന് പറയുന്ന കോൺസ്റ്റലേഷൻ്റെ ഒരു പാർട്ടാണ് ഈ സപ്തർഷി. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ നമ്മുടെ പ്ലാനറ്റ്സും കോൺസ്റ്റലേഷനൊക്കെ ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞാൽ മതി ഇങ്ങനെ ആകാശത്ത്. അപ്പോൾ ഇതുപോലെ സ്റ്റാർസ്, ഇവിടെ ഒരു സ്റ്റാർ, ഇവിടെ ഒരു സ്റ്റാർ, ഇവിടെ ഒരു സ്റ്റാർ. അപ്പോൾ നമ്മളിങ്ങനെ വരക്കുന്ന ഈ ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഇമാജിനറി ലൈനാണ്. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കുന്ന സാധനങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നത്? കോൺസ്റ്റലേഷൻ. ഈ ഒരു കോൺസ്റ്റലേഷൻ, ഇപ്പോൾ ഞാൻ ഈ ഷെയ്ഡ് ചെയ്യുന്ന ഈ കോൺസ്റ്റലേഷനൊക്കെ എപ്പോഴും കേരളത്തിൽ കാണാറുണ്ട്. മീൻസ് ഞാൻ ഈ കോൺസ്റ്റലേഷൻ കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങളും ജസ്റ്റ് ഇടയ്ക്ക് നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ആകാശമൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള കോൺസ്റ്റലേഷൻസ് ഒക്കെ കാണാൻ സാധിക്കും. ഓക്കെ, ഇൻ ancient Indian times people used to determine the direction during the night with the help of the stars. അപ്പോൾ സ്റ്റാർസിൻ്റെ ഡയറക്ഷൻ വെച്ചിട്ടാണ് പണ്ട് കാലങ്ങളിൽ ആളുകളൊക്കെ ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. ദ നോർത്തേൺ സ്റ്റാർ ഇൻഡിക്കേറ്റ് ദ നോർത്ത് ഡയറക്ഷൻ. അപ്പോൾ നോർത്തേൺ സ്റ്റാർ ആണ് നോർത്ത് ഡയറക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ദ പോൾ സ്റ്റാർ. അപ്പോൾ ആ സ്റ്റാറിനെ തന്നെയാണ് പോൾ സ്റ്റാർ എന്നും വിളിക്കുന്നത്. ഇറ്റ് ഓൾവേസ് റിമൈൻസ് ഇൻ ദ സെയിം പൊസിഷൻ ഇൻ ദ സ്കൈ. അപ്പോൾ ആകാശത്ത് എന്നും സെയിം പൊസിഷനിലായിരിക്കും പോൾ സ്റ്റാർ ഉള്ളത്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ക്യാൻ ബി ലൊക്കേറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സപ്തർഷി. അപ്പോൾ നമ്മൾ ഉർസ മേജർ കാണുകയാണെങ്കിൽ അതിൽ നിന്ന് സപ്തർഷി നമുക്ക് എന്തിനെ മാർക്ക് ചെയ്യാൻ പറ്റും? ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. പോൾ സ്റ്റാറിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. കാരണം സപ്തർഷി നമുക്കൊരു ഫിഗർ ഉണ്ട്, നമുക്ക് നോക്കാം. സം സെലീഷ്യൽ ബോഡീസ് ഡു നോട്ട് ഹാവ് ദെയർ ഓൺ ഹീറ്റ് ആൻഡ് ലൈറ്റ്. അപ്പോൾ സ്വന്തമായിട്ട് ഹീറ്റും ലൈറ്റും ഒന്നും ഇല്ലാത്തവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്ലാനറ്റ്സ് എന്ന് വിളിക്കുന്നത്. അവർക്ക് ആരുടെ ലൈറ്റ് ഉള്ളൂ? അവർക്ക് ഈ ബാക്കിയുള്ള സ്റ്റാർസിൻ്റെയും സണ്ണിൻ്റെയും ലൈറ്റ് വെച്ചിട്ടാണ് അവർ തിളങ്ങുന്നത്. എക്സാമ്പിൾ, ഒരു പ്ലാനറ്റ് ഏതാ? നമ്മുടെ എർത്ത് തന്നെ അല്ലേ. നമ്മുടെ എർത്തിലെ ലൈറ്റ് വേണമെങ്കിൽ എർത്ത് സ്വന്തമായിട്ട് ലൈറ്റ് ഇടുന്നതല്ല അല്ലേ. പകല് ആരാണ് നമുക്ക് ലൈറ്റ് കൊണ്ടുവരുന്നത്? സൺ അല്ലേ. അപ്പോൾ സണ്ണും മൂണും ഒക്കെയാണ് നമുക്ക് ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾ. ഓക്കെ, ദ planet comes from the earth on Greek word plantia which means the wanderers. അപ്പോൾ planet എന്നുള്ള വേർഡ് എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് വേർഡാണ്. അത് ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ wanderers എന്നാണ്. earth on which we live, it gets all the heat and light from the sun which is our nearest star. അപ്പോൾ നമ്മുടെ ഭൂമിയുടെ ഏറ്റവും നിയറസ്റ്റ് സ്റ്റാറാണ് സൺ എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് നമുക്ക് ഹീറ്റും ലൈറ്റും ഒക്കെ കിട്ടുന്നത്. ഇഫ് വി ലുക്ക് അറ്റ് ദ earth at a great distance we see the moon appear shining just as the moon. അപ്പോൾ നമ്മൾ കാണുന്ന മൂൺ എന്ന് പറയുന്നത് നമ്മുടെ സണ്ണിൻ്റെ ഒരു സാറ്റലൈറ്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് എ കമ്പാനിയൻ ഓഫ് അവർ എർത്ത് ആൻഡ് മൂവ് റൗണ്ട് ഇറ്റ്. അപ്പോൾ എർത്തിന് ചുറ്റും മൂവ് ചെയ്യുന്ന ഒരു ഇതാണ് എന്ത്? മൂൺ എന്ന് പറഞ്ഞാൽ അല്ലെ. എർത്തിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യും അല്ലെ. ലൈക്ക് അവർ എർത്ത് ദർ ആർ 7 other planets that get heat and light. നമ്മുടെ എർത്തിനെ പോലെ തന്നെ 7 പ്ലാനറ്റ്സ് വേറെ ഉണ്ട്. കുറേ എണ്ണത്തിന് മൂൺസ് ഉണ്ട്, കുറേ പ്ലാനറ്റ്സിന് എന്താ ധാരാളം മൂൺസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത പോൾ സ്റ്റാർ. പോൾ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. പോൾ സ്റ്റാർ ലൊക്കേറ്റ് ചെയ്യുന്നത് സപ്തർഷി യൂസ് ചെയ്ത് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാണ്. ഇനി സോളാർ സിസ്റ്റത്തിൽ ദ സൺ, 8 planets, satellites and some other celestial bodies known as asteroids and meteoroids. അപ്പോൾ ഫോം ദ സോളാർ സിസ്റ്റം. അപ്പോൾ ഒരു സോളാർ സിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ട്? സൺ, 8 planets, സാറ്റലൈറ്റ് ഉണ്ട്, സെലീഷ്യൽ ബോഡീസ്, ആസ്ട്രോയിഡ്സ്, മീറ്ററോയിഡ്സ് എല്ലാം കൂടി ചേർന്നിട്ടാണ് സോളാർ സിസ്റ്റം ഉണ്ടാകുന്നത്. ആ സോളാർ സിസ്റ്റത്തിന് നടുക്കാണ് ആരുള്ളത്? സൺ. ഓക്കെ, സൺ ഈസ് ദ സെൻറ്റർ ഓഫ് ദ സോളാർ സിസ്റ്റം. ഇറ്റ് ഈസ് ഹ്യൂജ്ലി മെയ്ഡ് അപ്പ് ഓഫ് എക്സ്ട്രീംലി ഹോട്ട് ഗ്യാസസ് വെച്ചാണ് സൺ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറ്റ് പ്രൊവൈഡ് ദ പുള്ളിംഗ് ഫോഴ്സ് ദാറ്റ് ബൈൻഡ്സ് ദ സോളാർ സിസ്റ്റം. ഒരു പുള്ളിംഗ് ഫോഴ്സിലാണ്
ഇത് ബൈൻഡ് ചെയ്തിരിക്കുന്നത്. ദ സൺ ഈസ് ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. ഹീറ്റും ലൈറ്റിന്റെയും അൾട്ടിമേറ്റ് സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? സണ്ണിൽ നിന്നാണ്. But the tremendous heat is not felt so much because despite being our nearest star എന്ന് പറഞ്ഞാൽ ഈ ട്രമെൻഡസ് ആയിട്ടുള്ള ഹീറ്റ്, ഇത്രയും നല്ല ചൂട് നമ്മുടെ മേത്തൊന്നും ഏൽക്കുന്നില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ സൺ 150 മില്യൺ കിലോമീറ്റേഴ്സ് എവയാണ്, എർത്തിൽ നിന്നും അത്രയും കിലോമീറ്റേഴ്സ് എവേ ഉള്ളതുകൊണ്ട് ഈ ചൂട് നമുക്ക് ഏൽക്കുന്നില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു സണ്ണിന്റെ കുറച്ചുകൂടി മാഗ്നിഫൈ ചെയ്ത ഒരു ഫിഗർ. ഓക്കെ, ഇനി പ്ലാനറ്റ്സ്. ദർ ആർ 8 planets in our solar system. 8 planets ആണ് സോളാർ സിസ്റ്റത്തിലുള്ളത്. ഇൻ ഓർഡർ ഓഫ് ദ ഡിസ്റ്റൻസ് ദർ ആർ മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. ഓക്കെ, അതൊരു ട്രിക്ക് ഉണ്ട് പഠിക്കാൻ. മൈ വെരി എഫിഷ്യൻറ്റ് മദർ ജസ്റ്റ് സെർവ്ഡ് ആസ് നട്ട്സ്. ഇതൊരു ട്രിക്കായിട്ട് നിങ്ങൾ പഠിച്ചു നോക്കുക. അത് കഴിഞ്ഞ് മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ എന്ന് പഠിക്കാം. ഓൾ ദ 8 planets in the solar system move around the sun in a fixed path. ആ ഫിക്സഡ് പാത്തിന്റെ പേര്, ആ പാത്ത് എന്ന് പറഞ്ഞ ഒരു ഇലാംഗേറ്റഡ് പാത്താണ്. ആ പാത്തിന്റെ പേരാണ് ഓർബിറ്റ്. മെർക്കുറി ഈസ് ദ നിയറസ്റ്റ്. മെർക്കുറി ആണ് സണ്ണിന്റെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഇരിക്കുന്നത്. ഇറ്റ് ടേക്ക് അബൌട്ട് 88 days to complete one round. 88 ദിവസമാണ് മെർക്കുറി എടുക്കുന്നത് ചുറ്റിക്കറങ്ങാൻ. വീനസ് ഈസ് കൺസിഡേർഡ് ആസ് ദ എർത്ത് ട്വിങ്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഏത് പ്ലാനറ്റ് ആണ് എർത്തിന്റെ ട്വിങ് എന്ന് ചോദിച്ചാൽ മെർക്കുറി ആണ്. ഓക്കെ, okay. Next, till recently, Earth's twin ആണ് Venus, and it has a similar shape and very much similar to that of the Earth. അപ്പോൾ എർത്തിന്റെ ഷേപ്പ് ആയിട്ട് ഭയങ്കര സിമിലർ ഷേപ്പ് ആണ് ആർക്കുള്ളത്? നമ്മുടെ വീനസിന് ഉള്ളത്. ഇനി till recently, Pluto was also considered as a planet. 2006 വരെ പ്ലൂട്ടോ ഒരു പ്ലാനറ്റ് ആയിരുന്നു. But in the meeting of the International Astronomic Union decided that Pluto like the celestial bodies. അതാണ് പ്ലൂട്ടോനെ പോലിരിക്കുന്ന ഒരു celestial bodies ആണ്. സെറസ് UB33 ഭയങ്കര ചെറുതാണ്. ഇറ്റ് ഡിസ്കവേർഡ് ഇൻ ദ റീസെന്റ് പാസ്റ്റ് മേ ബി കോൾഡ് as the ഡഫ് പ്ലാനറ്റ്. അപ്പോൾ അതിനെ ഡഫ് പ്ലാനറ്റ് വിളിക്കുന്നതുകൊണ്ട് നമ്മൾ അതിനിപ്പോൾ കൺസിഡർ ചെയ്യാറില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാനറ്റ്സ്, സോളാർ സിസ്റ്റത്തിലുള്ള പ്ലാനറ്റ്സ്. ഓക്കെ, ഇനി എർത്ത് ഈസ് ദ തേർഡ് പ്ലാനറ്റ്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? എർത്ത് തേർഡ് പ്ലാനറ്റ് ആണ്. ആൻഡ് ഫിഫ്ത്ത് ഇൻ ദ ലാർജസ്റ്റ് പ്ലാനറ്റ്. ഏറ്റവും സൈസ് വൈസ് ഫിഫ്ത്ത് ആണ്. ആൻഡ് സ്ലൈറ്റ്ലി ഫ്ലാറ്റൻഡ് അറ്റ് ദ പോൾ. എർത്തിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു സർക്കിൾ അല്ല, പോൾസ് കുറച്ചും കൂടി ഫ്ലാറ്റൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഈസ്, അതിന്റെ ഷേപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജിയോയിഡ് ഷേപ്പ്, which means the earth-like shape. എർത്തിന്റെ ഷേപ്പ് ആണ് earth-like shape. Conditions favorable for the to support the life are probably found only on the എർത്തിൽ മാത്രമേ ഉള്ളൂ ജീവിക്കാനുള്ള ഒരു കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, എർത്തിൽ മാത്രമാണ് ആളുകൾ താമസിക്കുന്നുള്ളൂ. The earth is neither too hot nor cold. അത്ര ചൂടും അല്ല അത്ര തണുപ്പല്ല. It has water, air. വാട്ടറും എയറും ഒക്കെ ഉണ്ട്. which has very essential for our survival. നമ്മുടെ സർവൈവലിന് ഏറ്റവും അത്യാവശ്യമായി വേണ്ടതാണ് എന്ത്? വാട്ടറും എയറും ഒക്കെ. The air has life supporting gases. എയറിൽ എന്താണുള്ളത്? ഓക്സിജൻ ഉണ്ട്. സോ ആ ഓക്സിജൻ വേണം ഒരു ഹ്യൂമൻ ബോഡീനെ നിലനിർത്താൻ. ഹ്യൂമൻ ബോഡി എന്നല്ല, പ്ലാന്റ്സും ആനിമൽസും ഒക്കെ. ഓക്കെ, ഇനി ബിക്കോസ് ഓഫ് ദിസ് റീസൺ, ഈ ഒരു കാരണത്താൽ എർത്ത് ഇസ് ദ യുണീക് പ്ലാനറ്റ് ഓഫ് ദ സോളാർ സിസ്റ്റം. അപ്പൊ സോളാർ സിസ്റ്റത്തിലെ ഒരു യുണീക് പ്ലാനറ്റ് ആണ് എന്ത്? എർത്ത്. ഫ്രം ദ ഔട്ടർ സ്പേസ് എർത്ത് അപ്പിയേഴ്സ് ബ്ലൂ. അപ്പൊ ഔട്ടർ സ്പേസിൽ നോക്കിയാൽ നമ്മുടെ എർത്ത് ബ്ലൂ കളറാണ്. ബിക്കോസ് ഓഫ് ഇറ്റ്സ് 2/3 ഓഫ്, അപ്പൊ എർത്തിന്റെ 3/4 ഭാഗവും 2/3, അപ്പൊ 3/2 ഭാഗവും എന്താണ്? വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. സോ ഇറ്റ് ഈസ് കോൾഡ് എ ബ്ലൂ പ്ലാനറ്റ് എന്ന് നമ്മൾ വിളിക്കും എർത്തിനെ. ഓക്കെ, അപ്പൊ ഇത് കണ്ടത് നമ്മൾ ഭൂമിന്ന് മീൻസ് ഔട്ടർ സ്പേസിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കൂടുതലും ബ്ലൂ ആണ് കാണാം. ഓക്കെ, ഇനി ദ മൂൺ. അവർ എർത്ത് ഹാസ് ഓൺലി വൺ സാറ്റലൈറ്റ്. അപ്പോൾ ഒരൊറ്റൊരു സാറ്റലൈറ്റ് ഉള്ളൂ, നാച്ചുറൽ സാറ്റലൈറ്റ്. അതാണ് നമ്മുടെ മൂൺ. ഡയമീറ്റർ ഇസ് 1/4 ദാറ്റ് ഓഫ് ദ എർത്ത്. 1/4 ആണ് എർത്തിൻ്റെയും 1/4 ആണ് അതിന്റെ ഡയമീറ്റർ. ഇറ്റ് അപ്പിയർ ബിഗ് ബിക്കോസ് ഇറ്റ് ഇസ് നിയറർ ടു അവർ പ്ലാനറ്റ്. നമ്മുടെ പ്ലാനറ്റിനെ കുറച്ച് അടുത്തായതുകൊണ്ടാണ് കുറച്ച് നമുക്ക് വലുതായിട്ട് കാണാൻ സാധിക്കുന്നത്. ദാൻ ദ അതർ സെലഷ്യൽ ബോഡി. ഇറ്റ് ഈസ് 3,84,400 kilometers away from us. അത്രയും കിലോമീറ്റർ ആണ് നമ്മുടെ
നമ്മുടേത് ദൂരെ ആയിട്ടുള്ളത്. നൗ ക്യാൻ കമ്പയർ ദ ഡിസ്റ്റൻസ് ഓഫ് ദ എർത്ത് ഫ്രം ദ സൺ ആൻഡ് എർത്ത് ഫ്രം ദ മൂൺ. ദ മൂൺ മൂവ്സ് അറൌണ്ട് ദ സൺ അബൌട്ട് 27 ഡേയ്സ്. 27 ദിവസം എടുക്കും മൂവ് ചെയ്യാനായിട്ട്. ഇറ്റ് ടേക്ക് എക്സാക്ട്ലി സെയിം ടൈം, ഈ സെയിം ടൈം തന്നെയാണ് ഒരു റൗണ്ട് സ്പിൻ ചെയ്യാനും എടുക്കുന്നത്. ആസ് എ റിസൾട്ട് ഓൺലി വൺ സൈഡ് ഓഫ് ദ മൂൺ ഇസ് വിസിബിൾ. ഒരു സൈഡ് ഓഫ് ദ മൂൺ മാത്രമാണ് നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത്. ദ മൂൺ ഡു നോട്ട് ഹാവ് എനി കണ്ടീഷൻസ് ഫേവറബിൾ ഫോർ ലൈഫ്. മൂണിൽ നമുക്ക് ജീവിക്കാൻ പറ്റിയതായിട്ടുള്ള ഒരു കണ്ടീഷൻസും ഇല്ല. ഇറ്റ് ഹാസ് മൗണ്ടെയിൻസ്, പ്ലെയിൻസ്, ഡിപ്രഷൻസ് ഓൺ ഇറ്റ്. മലകളും താഴ്വരകളും ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ വലിയ കുഴികളും ഒക്കെ ഉണ്ട്. ദീസ് കാസ്റ്റ്, അത് കാരണമാണ് മൂണിന്റെ സർഫസിൽ നമുക്ക് പല പല ഷാഡോസ് കാണുന്നത്. നമ്മൾ കാണും എന്താണ് റാബിറ്റിന്റെ ഫേസ് പോലെ ഉണ്ട്. അങ്ങനെ കുറെ കുറെ അസംഷൻസ് പല ആളുകളും പറയാറുണ്ട് അല്ലെ. ഇനി ആസ്റ്ററോയിഡ്സ് അപ്പാർട്ട് ഫ്രം ദ സ്റ്റാർ പ്ലാനറ്റ് സാറ്റലൈറ്റ് ദർ ആർ ന്യൂമറസ് ടൈനി ബോഡി വിച്ച് ഓൾസോ മൂവ് അറൌണ്ട് ദ സൺ. ദീസ് ബോഡീസ് ആർ കോൾഡ് ആസ്റ്ററോയിഡ്സ്. അപ്പോൾ സണ്ണും പ്ലാനറ്റ്സിനൊക്കെ പുറമെ വേറൊരു സംഭവം കൊണ്ടുണ്ട് ആസ്റ്ററോയിഡ്. ദേ ആർ ഫൗണ്ട് ഇൻ ബിറ്റ്വീൻ ദ മാർസ് ആൻഡ് ജൂപ്പിറ്റർ. മാർസിന്റെയും ജൂപ്പിറ്ററിന്റെ ഇടക്കാണ് എന്ത് കിടക്കുന്നത്, ഒരു ആസ്റ്ററോയിഡ് ബെൽറ്റ് ഉള്ളത്. Scientists are of the view asteroids are part of planets that explored many years back. അപ്പോൾ നമ്മുടെ ഈ സോളാർ സിസ്റ്റം ഒക്കെ ഉണ്ടായിരിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി ഒരൊറ്റൊരു സിസ്റ്റം ആയിരുന്നു. അതിൽ ഒരു എക്സ്പ്ലോഷൻ മീൻസ് ഒരു ബോംബ് ബ്ലാസ്റ്റ് പോലെ നടന്നപ്പോൾ എല്ലാ പ്ലാനറ്റും സ്പ്ലിറ്റ് ചെയ്ത് പല പല ഭാഗത്തോട്ട് തെറിച്ചു പോയതാണ്. അപ്പോൾ ആ തെറിച്ചു പോയതിൽ ഭയങ്കര ഭയങ്കര ചെറിയ പാർട്ടിക്കിൾസ് ആണ് ഈ ആസ്റ്ററോയിഡ് ബെൽറ്റിൽ സ്ഥിതി ചെയ്തിരിക്കുന്നതെന്നാണ് സയന്റിസ്റ്റുകൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അവിടുത്തെ ഒരു അസംഷൻ. ഓക്കെ, ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കല്ലുകളാണ്, പക്ഷെ ആക്ച്വലി ഇത് ഭയങ്കര വലുതാണ്. നമ്മുടെ എർത്തിന്റെ അത്ര വലുതല്ല, അല്ലെങ്കിൽ പ്ലാനറ്റ്സിന്റെ അത്ര വലുതല്ലാന്നേ ഉള്ളൂ. ഓക്കെ, ഇനി സ്റ്റാർസ് ആൻഡ് ക്ലൗഡ്സ് ഓഫ് ഡസ്റ്റ് ആൻഡ് ഗ്യാസസ്. അപ്പോൾ അതിൽ എന്തൊക്കെയാണുള്ളത്? സ്റ്റാർസ്, ക്ലൗഡ്സ്, ഡസ്റ്റും ഗ്യാസുകളൊക്കെയാണ് ഉള്ളത്. ദർ ആർ മില്യൻസ് ഓഫ് സച്ച് ഗാലക്സീസ് ദാറ്റ് മേക്സ് ദ യൂണിവേഴ്സ്. അങ്ങനെ കുറെ കുറെ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ചേർന്നാണ് എന്തുണ്ടാവുന്നത്, നമ്മുടെ യൂണിവേഴ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, the small pieces of rock that move around the sun is called meteoroids. അപ്പോൾ സണ്ണിന് ചുറ്റും മൂവ് ചെയ്യുന്ന ചെറിയ ചെറിയ കല്ലുകളെയാണ് എന്ത് വിളിക്കുന്നത്, മെറ്ററോയിഡ്സ് എന്ന് വിളിക്കുന്നത്. സം ഓഫ് ദീസ് മെറ്ററോയിഡ്സ് കം നിയർ ദ എർത്ത് ആൻഡ് ടെൻഡ് ടു ഡ്രോപ്പ് ഓഫ്. അപ്പോൾ എർത്തിലോട്ട് ചിലത് വന്ന് വീഴാറുണ്ട്. ഡ്യൂറിംഗ് ദിസ് പ്രോസസ് ഡ്യൂ ടു ദ ഫ്രിക്ഷൻ ഓഫ് എയർ ഗെറ്റ് ഹീറ്റഡ് upon the burn it causes a flash of light. Sometimes the meteors without any being completely burned fall on the earth, create a hollow. മീൻസ് നമ്മളിങ്ങനെ ആകാശത്ത് ഇങ്ങനെ സ്റ്റാർ ഇങ്ങനെ മൂവിങ് സ്റ്റാർ കാണാറുണ്ട്. ഓക്കെ, മൂവിങ് സ്റ്റാർ കാണുന്നത് കൂടുതലും എന്താണ്, മെറ്ററോയിഡ്സ് ആണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവര് ആ സർഫസിൽ നിന്ന് മീൻസ് എർത്തിന്റെ ആ അറ്റ്മോസ്ഫിയറിൽ നിന്ന് താഴത്തോട്ട് വരുന്നതോറും ഇവർക്ക് എന്ത് സംഭവിക്കും, ഇവർക്ക് ഫയർ ക്യാച്ച് ചെയ്യും. ഇവർ കത്താൻ തുടങ്ങും. കടന്ന് ഈ കത്തിയിട്ട് ഇവർ ഇങ്ങനെ എർത്ത് ചുറ്റും മൊത്തം ഇങ്ങനെ ട്രാവൽ ചെയ്ത് മേ ബി ഇതിന്റെ ഫ്രിക്ഷൻ കുറയുമ്പോൾ അത് എർത്തിന്റെ സർഫസിൽ വന്ന് വീണ് ഒരു വലിയ കുഴി ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പല ഇൻസിഡൻസ് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഈ മെറ്ററോയിഡ്സ് അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇറ്റ് ഈസ് എ ക്ലസ്റ്റർ ഓഫ് മില്യൻസ് ഓഫ് സ്റ്റാർ. ഓക്കെ, അപ്പോൾ ക്ലസ്റ്റർ ആണിത്. ഇറ്റ് ഈസ് എ ബാൻഡ് ഓഫ് മിൽക്കി വേ ഗാലക്സി. മിൽക്കി വേ ഗാലക്സി എന്ന് പറഞ്ഞാൽ മില്യൻസ് ഓഫ് സ്റ്റാർസ് ചേർന്നുണ്ടാകുന്നതാണ്. അവർ സോളാർ സിസ്റ്റം ഈസ് എ പാർട്ട് ഓഫ് അവർ ഗാലക്സി. നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ മിൽക്കി വേ ഗാലക്സിയുടെ ഒരു പാർട്ടാണ്. ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ ഇറ്റ് വാസ് ഇമാജിൻ ടു ബി ദ റിവർ ഓഫ് ലൈറ്റ് ഫ്ലോയിങ് ദ സ്കൈ ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ദ നെയിം ആകാശഗംഗ. പണ്ടത്തെ കാലങ്ങളിൽ ഇത്രത്തോളം നഗരങ്ങളോ സിറ്റീസോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എന്താ ചെയ്യുക, ലൈറ്റിന്റെ പ്രസൻസ് കുറവാണ്. ആ കാലഘട്ടത്തിലൊക്കെ ആകാശത്ത് ധാരാളം സ്റ്റാർസിനൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഇങ്ങനെ ഒരു റിവർ, ഒരു ഫ്ലോ ഓഫ് സ്കൈയിൽ ഇങ്ങനെ നിറച്ച് സ്റ്റാർസ് നിൽക്കുന്ന ഒരു സമയത്ത് ഏൻഷ്യൻ ടൈമിൽ ആകാശഗംഗ എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. സ്റ്റാർസ് ഒഴുകുന്ന ഒരു ഗംഗ, നദി പോലെ. ഓക്കെ, എ ഗാലക്സി ഈസ് എ ഹ്യൂജ് സിസ്റ്റം ഓഫ് ബില്യൻസ് ഓഫ് stars and clouds and dust and there are many millions of universe galaxies ഉണ്ട്. അതെല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മുടെ യൂണിവേഴ്സ് ഉണ്ടാകുന്നത്. നമ്മുടെ സയന്റിസ്റ്റുകൾ ഇപ്പോഴും ഗവേഷണത്തിലാണ് എന്തിനെ പറ്റിയുള്ള, യൂണിവേഴ്സിനെ പറ്റിയുള്ള പല പല കണ്ടുപിടുത്തങ്ങളിലാണ്. സോ അതൊക്കെല്ലാം സക്സസ്ഫുൾ ആണ്. ഓരോ ഇതിലും ഓരോരോ ടെക്നോളജീസ് കണ്ടുപിടിക്കുന്നു. അതിനോടൊപ്പം തന്നെ ആസ്ട്രോണമിയുടെയും ടെക്നോളജി ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ മെറ്ററോയിഡ് അറ്റാക്ക് വന്നത്. ഓക്കെ, നിങ്ങൾ ചില മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇനി നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് വായിക്കാം. ജൂപ്പിറ്റർ ഇസ് ദ ആൻഡ് സാറ്റേൺ, യുറാനസ് ഹാവ് റിംഗ്. അവർക്ക് റിംഗ് ഉണ്ട്. ദീസ് ബെൽസ് ആർ സ്മോൾ ഡെബ്രിസ്. ദീസ് റിംഗ്സ് മേ ബി സീൻ ഫ്രം ദ എർത്ത് വിത്ത് ഹെൽപ്പ് ഓഫ് പവർഫുൾ. അത് നമുക്കൊരു പവർഫുൾ ടെലിസ്കോപ്പ് യൂസ് ചെയ്ത് കാണാം. പിന്നെ ലൈറ്റിന്റെ സ്പീഡാണ് 3 lakh കിലോമീറ്റർ പെർ സെക്കൻഡിലാണ് ലൈറ്റ് ട്രാവൽ ചെയ്ത്. ഹ്യൂമൻസ് ഓൾവേസ്. അപ്പോൾ ഇതിനെ പറ്റിയുള്ള സ്റ്റഡി ചെയ്യുന്ന ആളുകളെയാണ് ആസ്ട്രോണമർ എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിലെ ഒരു ഫേമസ് ആസ്ട്രോണമറാണ് ആര്യഭട്ട. ആൻഡ് ഹീസ്
said the moon shining due to the reflection of sunlight. സണ്ണിന്റെ റിഫ്ലക്ഷൻ കൊണ്ടാണ് സൺലൈറ്റിന്റെ റിഫ്ലക്ഷൻ കൊണ്ടാണ് മൂൺസും പ്ലാനറ്റ്സും ഷൈൻ ചെയ്യുന്നത്. പിന്നെ നീൽ ആംസ്ട്രോങ് ആണ് ഫസ്റ്റ് മാൻ ടു സ്റ്റെപ്പ് ഓൺ ദ സർഫസ് ഓഫ് ദ മൂൺ. ദാറ്റ് ഇസ് ജൂലൈ 1969. Okay. ഇനി സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെലഷ്യൽ ബോഡി ദാറ്റ് മൂവ് അറൌണ്ട് ദ പ്ലാനറ്റ് ഇൻ ദ സെയിം വേ ദ പ്ലാനറ്റ് എങ്ങനെയാണോ സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത് അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യുന്ന സാധനം ഒരു ഇതാണ് സെലഷ്യൽ ബോഡിയാണ് സാറ്റലൈറ്റ്. ഇനി ഹ്യൂമൻ മെയ്ഡ് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇസ് എ ആർട്ടിഫിഷ്യൽ ബോഡി. ഇറ്റ് ഈസ് ഡിസൈൻഡ് ബൈ ദ സയന്റിസ്റ്റ് ടു ഗ്യാദർ ഇൻഫർമേഷൻ അബൌട്ട് യൂണിവേഴ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ക്യാരീസ് എ റോക്കറ്റ് പ്ലേസ്ഡ്, അതിലൊരു റോക്കറ്റ് ഉണ്ടാവും. അപ്പോൾ ഇന്ത്യ വിക്ഷേപിച്ച കുറച്ച് സാറ്റലൈറ്റ്സിന്റെ പേരാണ് INSAT, IRS, EduSat. ഓക്കെ. പിന്നെ നമുക്ക് ഇവിടെ ഒരു സംഭവം പറയുന്നത് സോൾ മീൻസ് എന്താണ്? സൺ ഡോഗ് മീൻസ് പണ്ട് കാലത്ത് ഈ നമ്മള് സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? സണ്ണിനെ ബേസ് ചെയ്തിട്ട് സൺ ഫാമിലിയിലാണ് സോളാർ സിസ്റ്റം. സൺ ഡോഗ് മീൻസ് സണ്ണിന്റെ ഡയറക്ഷൻ ഷാഡോസ് വെച്ചിട്ട് നമ്മൾ ടൈം ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇനി നമുക്കറിയാം ജിയോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് എർത്ത്, ജിയോമെട്രി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് മെഷർമെന്റ്സ് ഓഫ് എർത്ത്, ജിയോയിഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റിസംബിൾസ് ദ ഷേപ്പ് ഓഫ് ദ എർത്ത്. ഓക്കെ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന, ഇതാണ് നമ്മുടെ ആസ്റ്ററോയിഡ് ബെൽറ്റ് എന്ന് പറയുന്നത്. ഓരോ പ്ലാനറ്റ്സ് അവരെടുക്കുന്ന ടൈമാണ് എഴുതി വെച്ചിരുന്നത് റൊട്ടേഷനും റെവല്യൂഷനും വേണ്ടിയിട്ട്. ഇന്നർ പ്ലാനറ്റ്സ് എന്താണ്? ഔട്ടർ പ്ലാനറ്റ്സ്. ഇന്നർ പ്ലാനറ്റ്സ് എവിടെ വരെയാണ്? മാർസ് വരെയാണ് ഇന്നർ പ്ലാനറ്റ്സ്. ആസ്റ്ററോയിഡ് ബെൽറ്റിന് ശേഷമുള്ളവരൊക്കെ ഔട്ടർ പ്ലാനറ്റ്സ് ആണ്. ഓക്കെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ലെസൺ ഇത്രേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ. ഇനിയും ഏതുപോലത്തെ ലെസൺസ് വേണ്ട ലെസൺസിൻ്റെ നെയിം നിങ്ങൾ ചാറ്റ് ബോക്സിൽ മീൻസ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു.